പ്രിയ സ്നേഹിതരെ, കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിച്ചതിനോട് ചേർന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളോട് നമുക്ക് ചിന്തിക്കാം. അതായത്, നമ്മൾ ദൈവകരങ്ങളിൽ കൊടുക്കുന്ന വിഷയത്തിന് ദൈവം നമ്മളെ സഹായിപ്പാനും കാര്യങ്ങൾ സാധിപ്പിച്ചു തരുവാനും വളരെ താല്പര്യമുണ്ട്. അപ്പോൾ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത് ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ വീടിന് ചുറ്റും അല്പം സ്ഥലമുണ്ട്, ചെടികൾ വളർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള ചെടികൾ നമ്മൾ വളർത്തും. എന്നാൽ ആ ചെടികളെ വളർത്തുന്ന ഇടത്ത് നമ്മൾ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ കാട്ടുചെടികൾ, വള്ളിച്ചെടികൾ, കുറ്റിച്ചെടികളൊക്കെ അവിടെ നിന്ന് വളർന്നു വരാനൊക്കെ ഇടയാകും എന്ന് പറഞ്ഞു. ഇതിനോട് ഞാൻ സാമ്യപ്പെടുത്തിയത് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയുമാണ്. നാം അതിൽ നല്ല രീതിയിലുള്ള ആശയങ്ങളും ചിന്തകളും നമ്മുടെ മനസ്സിൽ വെക്കുകയാണെങ്കിൽ നമ്മളിൽ നിന്നുണ്ടാകുന്ന സൗരഭ്യം, നമ്മളിൽ നിന്നുണ്ടാകുന്ന ഫലം, അത് നമുക്കും മറ്റുള്ളവർക്കും അത് അനുഗ്രഹത്തിന്, നന്മയ്ക്ക്, സന്തോഷത്തിനൊക്കെ ഇടയായിത്തീരും എന്ന് ഞാൻ പറയുകയുണ്ടായി. നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകളെ ഞാൻ പറഞ്ഞു കൃഷി ചെയ്യുന്ന ഒരു ഇടമായി സാമ്യപ്പെടുത്തി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നത്, നല്ല നിലത്ത് ഒരു വിത്ത് പാകുന്നത് അത് വളരെ ഫലം കായ്ക്കുവാൻ, നല്ല രീതിയിൽ ചെടി വളരുവാൻ ഇടയാകുന്നത് പോലെ ദൈവിക ചിന്തകൾ നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ഉണ്ടെങ്കിൽ അത് വളരെ പ്രയോജനം ചെയ്യും എന്നുള്ളതാണ്. ബൈബിളിൽ അങ്ങനെ 3-4 തരത്തിലുള്ള നിലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ചിന്തകളെയും കൃഷിയിടവുമായി താരതമ്യം ചെയ്ത് പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത്, വഴിയറമ്പിലുള്ള ഇടത്ത് വിത്തുകൾ വീണാൽ എങ്ങനെ ഇരിക്കും എന്ന് പറയുകയാണ്. അവിടെ ആ വിത്തുകളെ കിളികൾ കൊത്തിക്കൊണ്ട് പോകും. ആ വഴിയറമ്പിൽ വീണ വിത്ത് അത് കിളിർക്കുവാനോ വളരുവാനോ ഇടയാകുകയില്ല എന്ന്. ഇനി രണ്ടാമത് പറയുന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്, ഈ വിത്തുകൾ പാറസ്ഥലത്ത്, അധികം മണ്ണില്ലാത്തടത്ത് വീണാൽ എങ്ങനെയാണവോ അത് ചിലപ്പോൾ അല്പമായിട്ട് കിളിച്ചു വരും, പക്ഷെ വേഗത്തിൽ അത് ഉണങ്ങിപ്പോകും. വെയിലടിക്കുമ്പോൾ, ചൂട് തട്ടുമ്പോൾ അത് ഉണങ്ങിപ്പോകും എന്നതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ചിന്തകൾ വരുമ്പോൾ, ദൈവിക ചിന്തകൾ വരുമ്പോൾ, ദൈവത്തിൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ പാറസ്ഥലത്ത് വീണ വിത്ത് പോലെ കിളിർത്ത് വരാൻ താല്പര്യമുണ്ടെങ്കിലും ചൂടും വെയിലും അടിക്കുമ്പോൾ വാടിപ്പോകുന്നത് പോലെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ഹൃദയം പാറസ്ഥലം പോലെയാണെങ്കിൽ ആ വീഴുന്ന വചനങ്ങൾ അത് കിളിർക്കാൻ ഇടയാകത്തില്ല. അഥവാ കിളിർത്താലും വേഗത്തിൽ ചൂട് തട്ടുമ്പോൾ അത് ഉണങ്ങിപ്പോകുവാനിടയാകും എന്നതുപോലെ അത് കായ്ക്കുകയില്ല, പുഷ്പിക്കുകയില്ല, ഫലം തരികയില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത് പറഞ്ഞ ഒരു കൃഷിയിടം എന്നത് പറയുന്നത്, മുള്ളുകളും കാട്ടുചെടികളും ഒക്കെ ഉള്ള ഇടത്താണ് നാം ഒരു വിത്ത് പാകുന്നതെങ്കിൽ അവിടെ നമുക്കറിയാം കാട്ടുചെടി വളരും, നമ്മുടെ വിത്തും ഒരുപക്ഷെ കിളിർത്ത് വളർന്നേക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ കാട്ടുചെടി ഈ നമ്മൾ ഇട്ട വിത്തിൻ്റെ സസ്യത്തെ വളർന്നു വരുമ്പോൾ അതിനെ ഞെരുക്കി കളഞ്ഞിട്ട് അത് ഫലം കായ്ക്കുവാനിടയാകത്തില്ല. ഇതേപോലെ നമ്മുടെ ഹൃദയത്തിലും മറ്റ് ചിന്തകൾ, തിന്മയുടെ, ലോകത്തിൻ്റെ ദൂഷ്യമായ ചിന്തകൾ വെച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ദൈവിക ചിന്തകളും ദൈവത്തിൻ്റെ വാക്കുകളും വന്നാൽ അത് ഫലം കായ്ക്കാത്ത രീതിയിൽ ഈ ലോകത്തിൻ്റെ ചിന്തകൾ ഞെരുക്കിക്കളയും എന്ന് പറയുന്നു. ഈ നാലാമത് പറയുന്നതാണ്, നല്ലപോലെ ഉഴുതു മറിച്ച് നല്ല തടമെടുത്ത് അവിടെ ഒരു വിത്ത് നട്ടാൽ ആ വിത്ത് വളരുവാനിടയാകും. ആ വിത്തിന് വളവും വെള്ളവും ഇട്ട് കൊടുത്താൽ അത് നല്ലപോലെ പുഷ്പിച്ചു വരും, അല്ലെങ്കിൽ നല്ല ഫലമുള്ളതായി വരും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതേപോലെ ആയിരിക്കണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയം നല്ല ഉഴുത് മറിച്ച് നല്ല പാകപ്പെടുത്തി ഒരു വിത്തിട്ടാൽ നല്ലപോലെ കിളിർക്കാൻ കഴിയുന്ന ഒരു നിലമായിരിക്കട്ടെ നമ്മുടെ ഹൃദയം. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ വന്നാൽ
അത് പ്രയോജനം ചെയ്യത്തക്ക രീതിയിൽ അത് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുത്ത് ദൈവത്തോട് അടുപ്പിക്കുന്നതായിരിക്കട്ടെ. ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതല്ല, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുവാനും ലോക ചിന്തകളുമായി നടക്കുവാനല്ല, ലോകത്തിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്ന് ദൈവത്തോട് ചേർന്ന് ദൈവത്തെ സ്നേഹിച്ചും മാനിച്ചും സേവിച്ചും കൊണ്ട് ജീവിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ നല്ല ഹൃദയത്തിൽ വന്നാൽ അത് ഉപകാരപ്രദമായി തീരും. അങ്ങനെയാണോ നമ്മൾ ഈ നാളുകൾ കേൾക്കുന്ന വചനങ്ങൾ? നമ്മൾ കേൾക്കുന്ന വചനം കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടോ? നമ്മൾ കേൾക്കുന്ന ദൈവിക വചനങ്ങൾ കൊണ്ട് നമ്മുടെ ബന്ധുക്കൾക്ക് പ്രയോജനമുണ്ടോ? നമ്മുടെ അയൽവക്കാർക്ക് പ്രയോജനമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒന്നാമത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അത് പ്രയോജനപ്പെടട്ടെ. നമ്മൾ നല്ല രീതിയിൽ ദുസ്വഭാവങ്ങൾ വിട്ടുകളഞ്ഞ് ജീവിക്കുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ ഈ വ്യക്തിയിൽ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്ന് പറയാനിടയാകും. അങ്ങനെ ദൈവിക സ്വഭാവങ്ങൾ കാണിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.